പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ഒരിക്കലും മറന്നുപോകരുത്. +2 മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട അവസാന സമയം നാളെ 2024 ജൂൺ 30 വൈകുന്നേരം 3 മണിക്ക് അവസാനിക്കുന്നതാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് ലഭ്യമായ +2 രണ്ടാം വർഷം +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ മാർക്ക് നിർബന്ധമായും വെബ്സൈറ്റിൽ പോയി അഥവാ കീം എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ പോയി കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നിലക്കും നിങ്ങൾക്ക് കീമിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സാധാരണ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അവിടെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പുതിയ ബട്ടൺ ഉണ്ടാകും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന വിൻഡോക്കകത്ത് നിങ്ങൾ പരീക്ഷ എഴുതിയ ബോർഡിന്റെ +2 പരീക്ഷയുടെ ബോർഡ് ഏതാണെന്ന് നൽകണം. അതോടൊപ്പം നിങ്ങൾ പാസ്സായ വർഷം നൽകണം. അതോടൊപ്പം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകണം. ഇത് മൂന്നും നൽകി കഴിഞ്ഞാൽ അവിടെ കീം എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഓൾറെഡി നിങ്ങളുടെ മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകാനാണ് സാധ്യത. അത് നിങ്ങളുടെ വ്യത്യസ്തമായ ബോർഡുകൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഡാറ്റ നൽകിയത് അവർ അപ്ലോഡ് ചെയ്തതാണ്. ആ മാർക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുമായി താരതമ്യം ചെയ്ത് ശരിയല്ലേ എന്ന് ഉറപ്പുവരുത്തുകയാണ് ഒന്നാമതായി ചെയ്യേണ്ടത്. അതിനുശേഷം ശരിയാണ് എങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ കാണുന്ന സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു മാർക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ മാർക്ക് ആ പോർട്ടലിൽ ലഭ്യമല്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിന്റെ PDF അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി മാർക്ക് അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനം ലാസ്റ്റ് സ്റ്റേജ് എന്ന നിലയ്ക്ക് മാർക്ക് സബ്മിഷൻ സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് ആ പോർട്ടലിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അത് ഡൗൺലോഡ് ചെയ്ത് അത് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ സേവ് ചെയ്തെടുക്കുകയോ ചെയ്യുന്നത് തീർച്ചയായും നല്ലതാണ്. ഒരിക്കലും ഇത് എൻട്രൻസ് കമ്മീഷൻ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം എൻട്രൻസ് കമ്മീഷണറുടെ സൈറ്റിൽ ലഭ്യമായ സർക്കുലറിൽ പറയുന്നുണ്ട് എന്നത് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. കീമിന്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്തിരിക്കണം. റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എൻട്രൻസ് പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കോറിന്റെയും +2 നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ഈ രണ്ടും ചേർത്തുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലഭ്യമാവുക എന്നതുകൊണ്ട് തന്നെയാണ് മാർക്ക് അപ്ലോഡ് ചെയ്യാത്ത കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടില്ല എന്ന് പ്രത്യേകം എൻട്രൻസ് കമ്മീഷണർ പറയാനുള്ള കാരണം. അതുകൊണ്ട് അവസരം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഈ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുക. നാളെ ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് മുൻപ് നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്തു എന്ന് ഉറപ്പാക്കുക. താങ്ക് യു.